നാലുമണി വാർത്തയിലേക്ക് വിശദമായി. വയനാട്ടിൽ ഗാർഹിക പീഡന പരാതി അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പട്ടിയെ അഴിച്ചുവിട്ട് കടിപ്പിച്ചു. പരിക്കേറ്റ വയനാട് ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ മായ എസ് പണിക്കരെയും കൗൺസിലർ നാജിയ ഷെറിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടുത്തുള്ളവർ പറഞ്ഞത് അറിയില്ല. പഠിച്ചു കാലിലും കയ്യിലൊക്കെ കടിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി പുറകിലോട്ട് ഡ്രൈവറെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓടി. അപ്പോൾ എന്നെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൾ ഓടിനെ കണ്ടിട്ട് പിന്നെ ഇവളുടെ പുറകെ ഓടി. അവൾ വീണപ്പോഴത്തേക്ക് പട്ടി അതിൻ്റെ പുറത്തോട്ട് കയറി. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേർന്നു. രതീഷ്, ആരാണ് ഈ വീട്ടുടമസ്ഥൻ? കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണല്ലോ. തീർച്ചയായും വളരെ അസാധാരണമായ സംഭവമാണ്. ഗാർഹിക പീഡന പരാതിയിൽ ഇത് സംബന്ധിച്ച് ജില്ലാ വുമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസർ മായ എസ് പണിക്കരും അവരുടെ സംഘാംഗങ്ങളും ഈ വീട്ടിലെത്തിയപ്പോഴാണ്, പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഈ വീട്ടുടമസ്ഥന്റെ പേര് ഉൾപ്പെടെ ഇപ്പോൾ ലഭിക്കുന്നതേ ഉള്ളൂ. കാരണം അല്പം മുമ്പാണ് ഈ സംഭവം നടന്നത്. ഇപ്പോൾ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരെ കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അനുഭവം, ഇത്തരം കേസ് പരിശോധിക്കാൻ എത്തിയ ആളുകൾക്കെതിരെ, അതേ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്നത്. എന്തായാലും ഈ വുമൻ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഉൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്, നായയുടെ കടിയേറ്റ്. മാത്രമല്ല കൗൺസിലറായിട്ടുള്ള കൂടെയുള്ള ഉദ്യോഗസ്ഥയ്ക്കും കൗൺസിലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. അപകടനില ഒന്നുമില്ലെങ്കിലും മുറിവ് ഗുരുതരമാണ് എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇവർ ഇപ്പോൾ കൽപ്പറ്റയിലെ ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പോലീസ് എത്തി ഇയാളെ പിടികൂടിയോ? ഇല്ല, നിലവിൽ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ പോലീസ് പറഞ്ഞത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചു. അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ കൽപ്പറ്റ പോലീസ് നമ്മളോട് അറിയിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. ശരി, രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പട്ടിയെ അഴിച്ചുവിട്ട് കടിപ്പിച്ചു എന്നുള്ള വിവരം വയനാട്ടിൽ നിന്നാണ് വരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ജോണി നെല്ലൂർ പാർട്ടി വിട്ടു. ദേശീയ തലത്തിൽ പുതിയ മതേതര പാർട്ടി രൂപീകരിക്കുമെന്നാണ് പ്രഖ്യാപനം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നേതൃത്വം നൽകിയ കാലത്ത് ഉണ്ടായിരുന്ന സമീപനം ഇപ്പോഴുണ്ടോ എന്ന് ഘടകകക്ഷികൾ ആത്മപരിശോധന നടത്തണമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. വ്യക്തിപരമായ കാരണങ്ങളാൽ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നുള്ള സ്ഥാനമാണ് ഇപ്പോൾ എനിക്കുള്ളത്. ആ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഞാൻ രാജിവെക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായി ഞാൻ UDF ഉന്നതാധികാര സമിതി അംഗമാണ്. 2016 മുതൽ UDF സംസ്ഥാന സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുകയാണ്. ആ പദവികളും ഞാൻ രാജിവെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ്. അതോടൊപ്പം തന്നെ ഈ കാലം അത്രയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത സംസ്ഥാനത്തെ മുഴുവൻ UDF നേതാക്കന്മാരോടും മുഴുവൻ UDF പ്രവർത്തകരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ എന്നെ അകമഴിഞ്ഞ് സഹായിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ മൺമറഞ്ഞു പോയവരുണ്ട്, ഇപ്പോൾ ഉള്ളവരുണ്ട്. അതുപോലെ ആ പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ, അവരോടെല്ലാമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. എൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. ഏതായാലും നിലവിലുള്ളൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. BJP പിന്തുണയോടെയാണ് പുതിയ രാഷ്ട്രീയ നീക്കം ജോണി നെല്ലൂരിൻ്റേത്. ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും പുതിയ നീക്കത്തിനുണ്ട്. ജോണി നെല്ലൂരിന്റെ നീക്കത്തിന് പിന്നിൽ നിഗൂഢ ലക്ഷ്യമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പാർട്ടി വിട്ടുകൊണ്ടുള്ള ജോണി നെല്ലൂരിന്റെ കത്ത് ലഭിച്ചിട്ടില്ലെന്നും PJ ജോസഫ് വ്യക്തമാക്കി. ജോണി നെല്ലൂര് പാർട്ടി വിട്ടത് ചില നിഗൂഢ ലക്ഷ്യങ്ങളോടെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് വ്യക്തിപരമായ കാരണങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വയനാട്ടിൽ പോയതിൻ്റെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. അത് ഫുള്ളായിട്ടൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഏതായാലും അദ്ദേഹം വ്യക്തി വിഭാഗത്തിൽ നിന്ന ഒരാളാണ്. പാർട്ടിയിൽ വേണ്ടത്ര സ്ഥാനം കൊടുക്കുകയും ചെയ്യും. അദ്ദേഹം പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല.
ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ രഹസ്യ യോഗം ചേർന്നു. മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. പാർട്ടി പ്രഖ്യാപനവും മറ്റു നേതാക്കളെ കൂടെ കൂട്ടുന്നതും ചർച്ച ചെയ്യുകയാണ്. വിവരങ്ങളുമായി ടോം കുര്യക്കോസ് ചേരുന്നു. ടോം, ഏതൊക്കെ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? ജോണി നെല്ലൂരിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തിൽ കൊച്ചിയിൽ ഇപ്പോൾ ഒരു രഹസ്യ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് കൊച്ചി ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. ടോം, മാത്യു സ്റ്റീഫൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. മറ്റേതെങ്കിലും പ്രമുഖ നേതാക്കൾ ഈ ജോണി നെല്ലൂരിന്റെ രഹസ്യ യോഗത്തിലുണ്ടോ? എൽദോ, ഇപ്പോൾ ജോണി നെല്ലൂരിന്റെയും മാത്യു സ്റ്റീഫന്റെയും മുൻ MLA മാത്യു സ്റ്റീഫന്റെയും നേതൃത്വത്തിലാണ് കൊച്ചിയിൽ രഹസ്യ യോഗം ചേരുന്നത്. നമ്മൾ ആ യോഗം നടക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതെന്ന വിവരങ്ങൾ ഈ നേതാക്കന്മാർ പങ്കുവെക്കുന്നില്ല. കാരണം ഇതൊരു ഈ യോഗത്തിന് രഹസ്യ സ്വഭാവമുണ്ട്. പല നേതാക്കന്മാരുമായി ഇപ്പോൾ ആശയവിനിമയം നടത്തുകയാണ്. ഇന്ന് BJPയുടെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായും ഈ നേതാക്കന്മാർ ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫൻ ഉൾപ്പെടുന്ന നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന ചില സൂചനകളുമുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഇവർ പ്രഖ്യാപിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കണം. കാരണം നിലവിലൊരു ധാരണ കേരള കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവം, അതായത് കേരള കോൺഗ്രസ് എന്ന പേരോ അതിന്റെ ഒരു സ്വഭാവമോ ഈ പാർട്ടിക്ക് വേണ്ടതില്ല. അതിനൊരു ദേശീയ ഒരു സെക്യുലർ സ്വഭാവമുള്ള ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ള പാർട്ടി ആയിരിക്കും രൂപീകരിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഈ മാസം 22-ാം തീയതി, അതായത് ഈ വരുന്ന ശനിയാഴ്ച കൊച്ചിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ യോഗത്തിൽ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനമുണ്ടാകും. നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി എന്ന ഒരു പേരിനാണ് ഇപ്പോൾ നിലവിൽ ഏകദേശ ധാരണയായിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. നിലവിൽ ഈ നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമാണ് ഒരു നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരാണ് ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എന്തായാലും ഈ വളരെ കൃത്യമായി BJPയുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇന്ന് ജോണി നെല്ലൂരിന്റെ അതോടൊപ്പം തന്നെ മാത്യു സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ഒരു കേരള കോൺഗ്രസിന്റെ പുതിയ പിളർപ്പുണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യവും അത് തന്നെയാണ്. പക്ഷേ ജോസഫ് ഗ്രൂപ്പിലെയും മറ്റ് കേരള കോൺഗ്രസുകളിലെയും അസംതൃപ്തരെ ഒപ്പം കൂട്ടുക, അതോടൊപ്പം CPM-ലെയും CPI-ലെയും മുസ്ലിം ലീഗിന്റെയും മുൻ MLA-മാർ ഉൾപ്പെടുന്ന അസംതൃപ്തരായിട്ടുള്ള നേതാക്കന്മാരുമായും ഇവർ ഫോണിലൂടെ ആശയവിനിമയം നടത്തുന്നുണ്ട്. താല്പര്യമാണെങ്കിൽ ഇവർ കൂടെ കൂട്ടി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പല നേതാക്കന്മാരും ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല. പക്ഷേ 22-ാം തീയതിക്ക് മുൻപ്, ഈ വരുന്ന ശനിയാഴ്ചയ്ക്ക് മുൻപ് ഏകദേശ ഒരു ധാരണയുണ്ടാകും. പക്ഷെ എന്തായാലും ഈ പാർട്ടി നിലവിൽ ഇവിടെ ഒരു തീരുമാനപ്രകാരം ഒരു ക്രൈസ്തവ സഭയുടെ മാത്രം പിന്തുണയുള്ള ഒരു പാർട്ടി ആയിരിക്കില്ല. മറ്റ് ഒരു വിശാല സ്വഭാവമായിരിക്കും. മറ്റ് സമുദായ നേതാക്കന്മാർ, ഹിന്ദു സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ പാർട്ടിയിൽ പുതിയ 22-ാം തീയതി പ്രഖ്യാപിക്കാൻ പോകുന്ന പാർട്ടിയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം 24-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുമ്പോൾ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്താൻ ഇവർ ആലോചന നടത്തുന്നുണ്ട്. BJPയുടെ സംസ്ഥാന നേതാക്കളുമായി ഇത് സംബന്ധിച്ച അവർ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈ പാർട്ടിക്ക് ഒരു കർഷക സ്വഭാവം, ഒരു കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി പുതിയ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം BJPയുടെയോ അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനു മുൻപ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, കത്തോലിക്ക സഭയിലെ 8 ബിഷപ്പുമാരുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയിൽ ഇവർ വിവിധ സ്ഥലങ്ങളിൽ പോയി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അരമനകളിൽ പോയി ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുടെ ഉൾപ്പെടെ പിന്തുണ തങ്ങൾക്കുണ്ട്, ഒരു ആശീർവാദമുണ്ട് എന്ന് നേതാക്കന്മാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്തായാലും സഭ എത്രത്തോളം ഇവരുടെ ഈ പുതിയ പാർട്ടിയെ സഭ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു പൊതുസമൂഹത്തിന്റെ അതോടൊപ്പം ക്രൈസ്തവ വിഭാഗത്തിന്റെ എത്രത്തോളം പിന്തുണ ഈ നേതാക്കന്മാർക്ക് ഉണ്ട് എന്ന കാര്യം സഭ പരിശോധിക്കുന്നു. അതോടൊപ്പം BJP നേതാക്കളും പരിശോധിക്കുന്നു. മാത്രമല്ല ക്രൈസ്തവ സഭയിലുള്ള യുവജന സംഘടനാ നേതാക്കളുമായും ഈ ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫനും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ ചില ഉന്നത നേതാക്കന്മാരും ഇവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ഈ രഹസ്യ യോഗത്തിലും കത്തോലിക്ക കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നത്തെ ഈ രഹസ്യ യോഗം ഈ പുതിയ പാർട്ടി പ്രഖ്യാപനത്തിന് മുൻപ് ഏറെ നിർണായകം തന്നെയാണ്.
ടോം, ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നുള്ള സൂചന എന്തെങ്കിലും ലഭ്യമാണോ? എന്തോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാസം 22-ാം തീയതി, അതായത് ഈ വരുന്ന ശനിയാഴ്ച കൊച്ചിയിൽ ചേരുന്ന പ്രത്യേക യോഗത്തിന് ശേഷം ഇവർ പാർട്ടിയുടെ ഔദ്യോഗിക പേര് പ്രഖ്യാപിക്കും. അത് സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി NPP എന്ന ഒരു പേരിലായിരിക്കും പുതിയ പാർട്ടി എന്ന ആണ് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇക്കാര്യത്തിലൊരു ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താറായിട്ടില്ല. കാരണം ഒരു ഏകദേശ ധാരണ മാത്രമാണ് ഈ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കന്മാരുമായി നേരത്തെ കേരള കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് UDF ചെയർമാനുമായിരുന്ന വിക്ടർ ടി തോമസ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടിരുന്നു. അദ്ദേഹവുമായി ഇവർ ചർച്ച നടത്തുന്നുണ്ട്. വിക്ടർ BJPയിലേക്ക് പോകുമെന്ന സൂചനകളായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നത്. പക്ഷേ വിക്ടറുമായി ഇവർ ചർച്ച നടത്തുന്നു. അതോടൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലും മാണി ഗ്രൂപ്പിലും അസംതൃപ്തരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ട് ഇവർ ചർച്ച നടത്തി. ഞാൻ നേരത്തെ ഈ മാത്യു സ്റ്റീഫനുമായി സംസാരിച്ചപ്പോൾ PC ജോർജിന്റെ കാര്യം ചോദിച്ചു. പക്ഷെ എന്തായാലും PC ജോർജുമായി നിലവിലൊരു ചർച്ചയും നടത്തിയിട്ടില്ല. PC ജോർജ് നേരത്തെ BJPയുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട്, ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്ന ഒരു സ്വഭാവമെല്ലാം ഉള്ളതുകൊണ്ട് നിലവിൽ PC ജോർജിനെ കൂടെ കൂട്ടുന്നതില്ല. പക്ഷേ അദ്ദേഹം വരാൻ സന്നദ്ധനാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വന്നാൽ ഒരുപക്ഷെ അത്തരം ഒരു നീക്കുപോക്കിനുള്ള സാധ്യതകളും ഇവർ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഇവർ ഒരു ലിസ്റ്റ്, പല നേതാക്കന്മാരെയും വിവിധ പാർട്ടികളിൽ അസംതൃപ്തരായിട്ടുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അവരുമായി വരുന്ന ദിവസങ്ങൾ, അതായത് 22-ാം തീയതിക്ക് മുൻപ് അവരുമായി ചർച്ചകൾ നടത്തും, കൂടിക്കാഴ്ച നടത്തും, ആവശ്യമെങ്കിൽ നേരിട്ട് പോയി കാണും, ഫോണിലൂടെ ആശയവിനിമയം നടത്തും. അതിനുശേഷം താല്പര്യമുള്ളവർക്ക് ഈ പാർട്ടിയുമായി ചേർന്ന്, അതായത് ഒരു NDA സ്വഭാവത്തിൽ NDAയുടെ ഘടകകക്ഷിയായിട്ട് BJPയുടെ ഒരു ഘടകകക്ഷിയായിട്ടായിരിക്കും പാർട്ടി വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ BJPയുടെ ആശയത്തോടൊപ്പം ഒത്തുചേർന്ന് പോകാൻ മനസ്സുള്ള, താല്പര്യമുള്ള ആർക്കും ഈ പാർട്ടിയിലേക്ക് വരാം എന്ന ഒരു സന്ദേശം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതും. ശരി, ടോം കുര്യാക്കോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് നിർണായക നീക്കവുമായി ജോണി നെല്ലൂർ അവിടെ രഹസ്യയോഗം പുരോഗമിക്കുകയാണ്. UDFൽ കൊഴിഞ്ഞുപോക്ക് തുടരുമെന്ന് LDF കൺവീനർ EP ജയരാജൻ. കേരളത്തിന്റെ വികസനത്തെ എതിർക്കുന്ന മുന്നണിയാണ് UDF. BJP പിന്തുണയോടെയുള്ള പുതിയ പാർട്ടിയുടെ കാര്യത്തിൽ അവരുടെ നിലപാട് പറഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നും EP ജയരാജൻ പറഞ്ഞു. വളരെ സന്തോഷം. ഇനിയും പലരും ഇതുപോലെ UDF വിട്ടുകൊണ്ടേയിരിക്കും. UDF ആവശ്യമില്ലാത്ത ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള താല്പര്യങ്ങളോട്, ജനതാല്പര്യങ്ങളോട് താല്പര്യമില്ലാത്തൊരു സംഘടനയ്ക്ക് നിന്നു പോകാൻ സാധിക്കില്ല. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ് UDF. അതുകൊണ്ട് തന്നെ ഇനിയും UDFിനകത്ത് ഇത്തരത്തിലുള്ള ഒഴിഞ്ഞുപോക്കുണ്ടാകും. UDF ദുർബലപ്പെടും. BJP പിന്തുണയുടെ പുതിയ പാർട്ടി അത് പിന്നെ അവരുടെ കാര്യങ്ങൾ വന്നാൽ അപ്പോൾ പറയാം, നിലപാട് വന്നാൽ അപ്പോൾ പറയാം. അവരുടെ നിലപാടുകളും കാര്യങ്ങളും കുറേ കൂടി വിശദമായി പരിശോധിച്ച് പറയേണ്ട വിഷയമാണത്. പക്ഷേ ഇത്രയും കാലം UDFൽ നിന്ന് പോന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ പ്രമുഖനായൊരു നേതാവ് അത് വിട്ടുപോകുകയാണ്. ഇതാദ്യത്തെ വിടലല്ല, പലരും വിട്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തുടരും. ജോണി നെല്ലൂരിനെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാൻ. BJPയുടെ ക്രൈസ്തവ പാർട്ടിയാണിത്. നാട്ടിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടാത്തവർക്കൊപ്പം ഇറങ്ങിത്തിരിച്ചിട്ട് എന്ത് കാര്യമെന്നും ഇത് അപ്രസക്തമായ കാര്യമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. നാട്ടിൽ സൈക്കിൾ വാടക കിട്ടാത്തവരിലൂടെ ഇറങ്ങി തിരിച്ച ഇവിടുത്തെ എന്ത് രാഷ്ട്രീയമായിട്ട് സംഭവിക്കാം? നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ തീരദേശായതുകൊണ്ടാണ്. അതൊന്നും വെറുതെ അപ്രസക്തമായ കാര്യം, അതിനൊന്നും വലിയ കാര്യമില്ല. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജോണി നെല്ലൂരിനെ മുന്നിൽ നിർത്തിയുള്ള BJPയുടെ പുതിയ നീക്കം. പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ജോണി നെല്ലൂരും ഒപ്പമുള്ള നേതാക്കളും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനുശേഷമാകും പുതിയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. എന്നാൽ സഭാ നേതൃത്വത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ടാകുമെന്നതിനെ ആശ്രയിച്ചാകും പുതിയ പാർട്ടിയുടെ ഭാവി. കേരള കോൺഗ്രസിന്റെ ഓരോ പിളർപ്പും രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന KM മാണിയുടെ മുദ്രാവാക്യത്തിന് ഇപ്പോൾ കാര്യമായ പ്രസക്തിയില്ല. പക്ഷേ ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പുതിയ നീക്കത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എഴുതിത്തള്ളാനാവില്ല. കാരണം ഇരു മുന്നണികളും ക്രൈസ്തവ വിഭാഗത്തെ അവഗണിക്കുന്നു എന്ന ചിന്ത സഭാ നേതൃത്വത്തിനും വിശ്വാസികൾക്കുമിടയിലുണ്ട്.
ഇതോടെയാണ് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ BJP നേതാക്കൾ അരമനകൾ കയറിയിറങ്ങുന്നത്. സമാന്തരമായി തന്നെ BJP നേതാക്കൾ രാഷ്ട്രീയ ചർച്ചകളും നടത്തുന്നുണ്ട്. അമിത്ഷാ നിയോഗിച്ച പ്രത്യേക ദൂതൻ വഴി കേരള കോൺഗ്രസ് നേതാക്കളായ ജോണി നെല്ലൂർ, മാത്യു സ്റ്റീഫൻ, മുൻ MLA ജോർജ് ജെ മാത്യു, കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കൾ തുടങ്ങിയവരുമായും പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തി. ക്രൈസ്തവരുടെയും കർഷകരുടെയും ഇടയിൽ സ്വാധീനമുള്ള മറ്റു നേതാക്കളെയും ഒപ്പം കൂട്ടാൻ ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1992 കേരള കോൺഗ്രസ് പിളർത്തി ജേക്കബ് ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോൾ അന്ന് ജേക്കബിനൊപ്പം ഉറപ്പിച്ച ജോണി നെല്ലൂർ 5 വർഷം മുമ്പാണ് അനൂപ് ജേക്കബുമായി കലഹിച്ച് പാർട്ടി വിട്ടത്. KM മാണിയുടെ മരണശേഷവും കേരള കോൺഗ്രസിൽ വീണ്ടും പിളർപ്പുണ്ടായപ്പോൾ ജോണി നെല്ലൂർ ജോസഫിനെ കൈവിട്ടില്ല. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ ജോണി നെല്ലൂരും മറ്റ് മുതിർന്ന നേതാക്കളും പാർട്ടിയിൽ അസംതൃപ്തരായി. ഇതോടെ പുതിയ രാഷ്ട്രീയ സാധ്യതകളും ഇവർ തേടിയിരുന്നു. പിന്നാലെയാണ് സഭകളുമായി അടുക്കാനുള്ള BJPയുടെ തന്ത്രങ്ങൾ അറിഞ്ഞ് ജോണി നെല്ലൂരും ജോർജ് ജെ മാത്യുവും മാത്യു സ്റ്റീഫനും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊച്ചിയിൽ യോഗം ചേർന്നത്. എന്നാൽ സഭാ നേതൃത്വവുമായി ഇവർ ചർച്ച നടത്തിയെങ്കിലും പരസ്യ പിന്തുണ ഉറപ്പായിട്ടില്ല. ഇരു മുന്നണികളും ക്രൈസ്തവരെയും കർഷകരെയും അവഗണിക്കുന്നു എന്ന പ്രചാരണം ശക്തമാക്കിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതേസമയം സഭയുടെയും വിശ്വാസികളുടെയും വിശ്വാസം ആർജിച്ചെടുക്കുക ജോണിക്കും കൂട്ടർക്കും വെല്ലുവിളിയാകും. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. രണ്ടാം ട്രയൽ റണ്ണിൽ കൂടുതൽ വേഗം കൈവരിച്ച് വന്ദേ ഭാരത് ട്രെയിൻ. ആദ്യ ട്രയൽ റണ്ണിനേക്കാൾ 15 മിനിറ്റ് നേരത്തെ കോഴിക്കോടെത്തി. വന്ദേ ഭാരത് കാസർഗോഡ് വരെ ട്രയൽ റൺ നടത്തി. 25-ന് രാവിലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനൊപ്പം പ്രധാനമന്ത്രി കുട്ടികളുമായി ട്രെയിനിനുള്ളിൽ സംവദിക്കും. രാവിലെ 5:30-ന് വന്ദേ ഭാരത് രണ്ടാം ട്രയൽ റൺ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു. 6:10-ന് കൊല്ലത്തും 7:33-ന് കോട്ടയത്തും 8:32-ന് എറണാകുളത്തും 9:37-ന് തൃശ്ശൂരുമെത്തി. 10:44-ന് തിരൂർ എത്തിയെങ്കിലും തിരൂരിൽ നിർത്തിയില്ല. 5 മണിക്കൂർ 50 മിനിറ്റിൽ കോഴിക്കോടെത്തി. കഴിഞ്ഞ തവണ 6 മണിക്കൂർ 6 മിനിറ്റാണ് കോഴിക്കോടെത്താനെടുത്ത സമയം. കാസർഗോഡ് നിന്ന് രാത്രിയോടെ തിരികെ തിരുവനന്തപുരത്തെത്തി ട്രയൽ റൺ പൂർത്തിയാക്കും. 25-ന് വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫിനായി തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ജില്ലയിലെ സ്കൂളുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 70 വിദ്യാർത്ഥികളുമായി ട്രെയിനിനുള്ളിൽ സംവദിക്കും. പ്രധാനമന്ത്രി ട്രെയിനിൽ യാത്ര ചെയ്യുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. ഉദ്ഘാടന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. തമ്പാനൂർ, വർക്കല റെയിൽവേ സ്റ്റേഷനുകൾക്ക് പുതിയ കെട്ടിടം പ്രധാനമന്ത്രി തറക്കല്ലിടും. നേമം, കൊച്ചുവേളി, തിരുവനന്തപുരം സമഗ്ര വികസന പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമിടും. സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾ വന്നു പോകാനുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നത്. ഇവയ്ക്കായി 156 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് പൊള്ളാച്ചി വൈദ്യുതീകരിച്ച റെയിൽപാത രാജ്യത്തിന് സമർപ്പിക്കും. രണ്ടാം ഘട്ട ട്രയൽ റൺ തിരുവനന്തപുരത്ത് പൂർത്തിയാകുന്നതോടെ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ ഏത് സമയത്ത് ഓടുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. ഒപ്പം മറ്റ് ട്രെയിനുകളുടെ സമയക്രമത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രസംഗത്തിലും പ്രചാരണത്തിലും വേഗം കൂടിയാലും വന്ദേ ഭാരത് ട്രെയിനിന് അത്ര വേഗം ഉണ്ടാകില്ല എന്ന് കാനം രാജേന്ദ്രൻ. BJP നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം വേണം. അതിനായുള്ള ചർച്ചകൾ ഇനിയും തുടരും. മിൽമ പാൽ വില വർദ്ധിപ്പിച്ചപ്പോൾ സർക്കാരുമായുള്ള ആശയവിനിമയത്തിൽ എവിടെയാണ് പിഴവുണ്ടായതെന്ന് പരിശോധിക്കണമെന്നും കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ട്രാക്കുകൾ കൂടി ഓടാവുന്ന വേഗതയിലേ ഓടാവുള്ളൂ. പ്രചരണത്തിനും പ്രസംഗത്തിനും വേഗത കൂടിയാലും ട്രെയിനിന് അത്രയും വേഗത ഉണ്ടാവില്ല. അതിനിനി കോടികൾ മുടക്കണം. അതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് പണ്ട് നമ്മളും പറഞ്ഞത്. വാർത്തയിലേക്ക് വീണ്ടും. പോലീസിലെ ഇന്ധനക്ഷാമത്തിന്റെ നേർചിത്രമായി നീണ്ട ക്യൂവ്. പേരൂർക്കട SAP ക്യാമ്പിലെ പമ്പിന് മുന്നിൽ മണിക്കൂറുകളോളം കാത്തുകിടന്ന് പോലീസ് വാഹനങ്ങൾ. പ്രതിസന്ധിക്ക് ശേഷം പമ്പിൽ ഇന്ധനം എത്തിയപ്പോഴായിരുന്നു നീണ്ട ക്യൂവിന്റെ കാഴ്ച. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സ്റ്റേഷനുകൾ വെട്ടിക്കുറച്ചിരുന്നു. SHOമാർ സ്വന്തം നിലയ്ക്ക് ഇന്ധനം നിറയ്ക്കണം എന്നതായിരുന്നു ഉന്നതതല നിർദ്ദേശം. വി വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, വലിയൊരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ദൃശ്യങ്ങളിൽ. ഇത്രമാത്രം പ്രതിസന്ധിയിലായിരുന്നു പോലീസ്? ലളിതോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാത്രമല്ല, കഴിഞ്ഞ കുറെ മാസങ്ങളായി പോലീസ് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഇന്ധനക്ഷാമം. സർക്കാരിൽ നിന്ന് കൃത്യമായി ഇന്ധനത്തിനുള്ള തുക കിട്ടുന്നില്ല എന്നതാണ് പരാതി. പോലീസ് ആസ്ഥാനം നിരവധി തവണ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിൽ ഈ ബഡ്ജറ്റിൽ പറഞ്ഞതിന് പുറത്ത് തുക പോകുന്നു എന്ന കാരണം പറഞ്ഞാണ് നേരത്തെയൊക്കെയും ധനവകുപ്പ് ഇങ്ങനെ
ഇന്ധനത്തിനുള്ള തുക നൽകാതിരുന്നു, അല്ലെങ്കിൽ ആകെ നൽകുന്ന തുകയിൽ കുറവ് വരുത്തിയത്. പക്ഷേ ഇപ്പോൾ പുതിയ ബജറ്റ് വന്നു, അതിലും തുക നീക്കിവെച്ചിട്ടുണ്ട് പോലീസിന്. പക്ഷേ ഇന്ധനക്ഷാമം അതേപടി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 1.5 കോടി രൂപയോളമാണ് ഇന്ധന കമ്പനിക്ക് നൽകേണ്ടതായി വന്നത്. അവർ ഇന്ധനം നൽകുന്നത് നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്നാണ് പതിവ് പോലെ പല സാഹചര്യങ്ങളിലായി ഇത്തരത്തിലുള്ള സർക്കുലർ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് വരുന്നുണ്ട്. SHOമാർ, അതത് സ്റ്റേഷനിലെ CIമാർ, അവർ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത പമ്പുകളിൽ നിന്ന് കടം വാങ്ങിയോ ഇന്ധനം നിറയ്ക്കണം എന്നതാണ് നിർദ്ദേശം. പിന്നീട് ബില്ല് കൊടുക്കുന്ന മുറയ്ക്ക് പണം അനുവദിക്കപ്പെടുമ്പോൾ ഈ തുക തിരികെ കൊടുക്കും. പക്ഷേ പലപ്പോഴും ഇങ്ങനെ കയ്യിൽ നിന്ന് ഇന്ധനം അടിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ പക്കൽ ഉണ്ടായെന്ന് വരില്ല. ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ എത്ര നാൾ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ കഴിയും. മാത്രമല്ല ഒരു സ്റ്റേഷന്റെ ദൈനംദിന ചെലവ് അല്ലെങ്കിൽ ദിവസവും വരുന്ന സർവീസുകൾ, ഇങ്ങനെ പല കേസുകളിലായി പോലീസ് വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. പരാതികൾ അന്വേഷിക്കുന്നതിനും എസ്കോർട്ട് ഡ്യൂട്ടിയും രാത്രികാല പട്രോളിംഗും ഉൾപ്പെടെ പോലീസ് വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇതിനുള്ള ഇന്ധനം എങ്ങനെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് എടുത്ത് ഈ ഇന്ധനം അടിക്കുമെന്ന ഒരു ചോദ്യമാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും ചോദിക്കുന്നത്. പക്ഷേ പല കുറിയായിട്ടും പോലീസിനോട് മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം പേരൂർക്കട SAP ക്യാമ്പിലെ പെട്രോൾ പമ്പിലേക്ക് തിരുവനന്തപുരം റൂറലിൽ നിന്നുള്ള പോലീസ് വാഹനങ്ങൾ എത്തിയതിന്റെ കാഴ്ചയാണ്. കൂടുതലും റൂറലിൽ നിന്നുള്ള വാഹനങ്ങളാണ്. ഇന്ധനം എത്തിയെന്ന അറിയിപ്പ് ലഭിച്ചതോടെ സ്റ്റേഷനുകളിൽ നിന്ന് കൂട്ടത്തോടെ വാഹനങ്ങൾ പമ്പിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ ദൃശ്യമാണിത്. മണിക്കൂറുകളോളം കാത്തുനിന്നാണ് വാഹനങ്ങൾ ഇന്ധനം നിറച്ചു പോയത്. രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ സ്റ്റേഷനുകൾ സ്വമേധയാ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യവും ഉണ്ട്. എൽദോ, ശരി. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇത്രമാത്രം നേരം ക്യൂ നിന്ന് ഇന്ധനം നിറയ്ക്കുന്ന പോലീസിന്റെ കാഴ്ച. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴയിടാൻ 726 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള യാത്രകളടക്കം 5 നിയമലംഘനങ്ങൾക്കാണ് തുടക്കത്തിൽ പിഴ ഈടാക്കുന്നത്. ജില്ലാ സംസ്ഥാനതല കൺട്രോൾ റൂമുകൾ ഇതിനായി തയ്യാറായി കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് AI ക്യാമറകൾ 675 AI ക്യാമറകളടക്കം 726 ക്യാമറകൾ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എന്തായാലും അതിന്റെ സ്റ്റേറ്റ് കൺട്രോൾ റൂം എല്ലാ ജില്ലയിലും ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് സ്റ്റേറ്റ് കൺട്രോൾ റൂമിലാണ്. സാർ, അതെങ്ങനെയാണ് നമ്മൾ നാളെ മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ക്യാമറകൾ ക്യാപ്ചർ ചെയ്യുന്ന വിഷ്വൽസ് അത് ഒരു ചെല്ലാനായി മാറുന്നത്, അല്ലെങ്കിൽ പിഴ ഈടാക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്? ഇത് ഒരു ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കേരള മുഖ്യമന്ത്രി 20-ാം തീയതി ഇനാഗുറേഷൻ നടത്താൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ 726 ക്യാമറകളാണ് സംസ്ഥാനത്തുടനീളം പ്രവർത്തനക്ഷമമാകാൻ പോകുന്നത്. അതിൽ പ്രധാനമായും 675 ക്യാമറകൾ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, 2 പേരിൽ കൂടുതൽ മോട്ടോർ സൈക്കിൾ യാത്രികർ, ട്രിപ്പിൾ റൈഡിങ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുക വാഹനം ഓടിക്കുമ്പോൾ, ഇവയാണ് പ്രധാനമായിട്ടും ഈ 675 ക്യാമറകൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു 18 റെഡ് ലൈറ്റ് ജമ്പിങ് ക്യാമറകളുണ്ട്. റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യുന്ന ഒഫൻസുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 18 ക്യാമറകളുണ്ട്. 4 സ്പീഡ് ഡിറ്റക്ഷൻ ക്യാമറകളുണ്ട്. വെഹിക്കിൾ മൗണ്ടഡ് 4 സ്പീഡ് ഡിറ്റക്ഷൻ ക്യാമറകളുണ്ട്. അങ്ങനെ ആകെ 726 ക്യാമറകളാണ് ഇത് പ്രവർത്തനക്ഷമമാകാൻ പോകുന്നത്. 20-ാം തീയതി ഇതിന്റെ ഉദ്ഘാടനം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഇൻഡസ്ട്രിയൽ മന്ത്രി തുടങ്ങിയവർ ചേർന്നിട്ട് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ദൃശ്യം? ഇപ്പം സ്വാഭാവികമായ ഒരു ഒഫൻസ്, അതായത് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു, മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് പോകുന്നു, സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നു, അതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? ഇത് അത്യാധുനിക ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് റോഡിൽ ആളുകളെ കൈ കാണിച്ച് നിർത്തി സ്ക്രീനിൽ കാണുന്നത് പോലെ ദൃശ്യങ്ങൾ കാണാനാകും. തീർച്ചയായിട്ടും ഈ കാണുന്നത് അതിന്റെ ഒരു സാമ്പിളാണ്. ഇതിപ്പോൾ 2 പേര് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരാൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണ്. അതുപോലും വളരെ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്ത് കേസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് വേറെ ഡിറ്റക്ട് ചെയ്ത് അത് സെപ്പറേറ്റായി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഒഫൻസുകളെ നമുക്ക് ഇതിലൂടെ ഈ 18 ക്യാമറകളെ സ്പീഡ് ട്രാഫിക് വയലേഷന് 18 ക്യാമറകൾ അതെങ്ങനെയായിരിക്കും അപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കും? 18 ജമ്പ് ചെയ്യുന്ന ക്യാമറകളുടെ ഒഫൻസുകളാണ് എടുക്കുന്നത്. അതിന് കോടതിയിലേക്കായിരിക്കും പോകുന്നത്. അത് നമുക്ക് ഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ 2 നമ്മുടെ സ്പീഡ് കണ്ടെത്താൻ 8 ക്യാമറകൾ, 4 വാഹനങ്ങളിലാണ്, 4 പെർമനന്റ്. അപ്പൊ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തുമോ? അതെങ്ങനെയാണ് തുടർ? പെർമനന്റ് ആയിട്ട് 4 സ്ഥലങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് വെഹിക്കിൾ മൗണ്ടഡ് ക്യാമറകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജില്ലകളുടെ
4 ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഓരോ വെഹിക്കിൾ മൗണ്ടഡ് ക്യാമറകളാണ്. അപ്പോൾ എൻ്റെ ജില്ലകളിൽ അത് ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കേസുകൾ ഡിറ്റക്ട് ചെയ്യാം. 2-3 കാര്യങ്ങൾ. ഇപ്പോൾ പിറകിലിരിക്കുന്ന ആൾ ഈ ദൃശ്യങ്ങളിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഒരാൾ ഈ ദൃശ്യങ്ങളിൽ ഒരാൾ ക്യാമറ ഇതിൽ ഒരാൾ ഹെൽമെറ്റ് വെക്കുകയും ഒരാൾ ഹെൽമെറ്റ് വെക്കാതിരിക്കുകയും ചെയ്യുന്നു. ഒരാൾ ഈ ഓടിക്കുന്ന ആൾ ഫോൺ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ 2 ചെല്ലാൻ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്നിലധികം ചെല്ലാനുകൾ ഉണ്ടാവും. അപ്പം 2 പേര് ഹെൽമെറ്റ് വെക്കില്ല, ഒരാൾ ഫോണിലും സംസാരിക്കുന്നുവെങ്കിൽ 3 ചെല്ലാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള പിഴ ഈ രീതിയിൽ പിഴയേക്കാൾ ഉപരി ജനങ്ങളിൽ ഒരു നല്ല അവബോധം ഉണ്ടാക്കുക, ഒരു ട്രാഫിക് സംസ്കാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം, ഇപ്പോൾ സപ്പോസ് കുട്ടികൾ, നമ്മളിപ്പോൾ 2 പേരാണല്ലോ പരമാവധി 2 വീലറിൽ ഉണ്ടാവുക, കുട്ടികൾ കൂടി ഉണ്ടാവുക. കാരണം നമ്മുടെ ഇവിടെ മലയാളികളുടെ ഒരു കൾച്ചർ എങ്ങനെയാണല്ലോ, സാധാരണക്കാർ കുട്ടികളെ കൂടി കൊണ്ടുപോകും. അത് ഒഫൻസിന്റെ വരുമോ? തീർച്ചയായിട്ടും വരും. 4 വയസ്സിൽ മേലുള്ള കുട്ടികൾ പോലും ഹെൽമെറ്റ് ധരിക്കണമെന്നാണ് നിയമം. അപ്പോൾ 3 പേരാവുകയാണ്. അപ്പം ഈ ഒരാൾ കൂടി 2 മുതിർന്നവരും കുട്ടിയും വരികയാണെങ്കിലോ? തീർച്ചയായിട്ടും അത് 3 പേര് യാത്ര ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ ആണ്. അതും ഒഫൻസായിട്ട് തന്നെ ആ രീതിയിലും യാത്ര ചെയ്യാൻ പാടില്ല. അതെ. സപ്പോസ് ഇനി ഒരു പ്രശ്നം, ഈ ക്യാമറകൾ ക്യാമറകളായതുകൊണ്ട് തന്നെ കറുത്ത സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. കറുത്ത ഷർട്ട് ധരിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? സീറ്റ് ബെൽറ്റ് കിട്ടും. അതെങ്ങനെയാണ്? ക്യാമറ തന്നെ ഡിറ്റക്ട് ചെയ്യുമോ? അത് നിങ്ങൾക്ക് അല്ലാത്ത ഭാഗത്ത് കറുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അത് കിട്ടും. അങ്ങനെയാണ്. അപ്പം എന്തായാലും ഒരു വിധത്തിലുള്ള നിയമലംഘനങ്ങളും റോഡിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ജനങ്ങൾ കുറച്ചുകൂടെ പ്രത്യേക താല്പര്യത്തോടുകൂടി തന്നെ ഇതിനെ പ്രതികരിക്കും, സുരക്ഷിതരായി തന്നെ യാത്ര ചെയ്യുമെന്ന് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പിഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിലെന്തെങ്കിലും ഇളവുകളോ? പിഴയൊക്കെ താൽക്കാലികമായിട്ടേ വരുള്ളൂ. അത് കഴിയുന്നതോടുകൂടി തന്നെ ജനങ്ങൾ ബോധവാന്മാരാവും, അവരതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദമായിട്ട് റിപ്പോർട്ട് നൽകിയത്. ഒരുപാട് സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു. പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാം. അല്പസമയത്തിനകം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് നമുക്കൊപ്പം തത്സമയം ചേരും. പ്രേക്ഷകർക്ക് വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അതിലേക്ക് എത്തും മുമ്പ് ഒരു ഇടവേള.